ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് വരുന്ന ചിന്തകളാണ് ഇന്ന് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് വരുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഒരു പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഒരു പൂർണ്ണത അല്ലെങ്കിൽ അതിനൊരു ഫിനിഷിംഗ് പോയിന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതായത് പാതി വഴിയിൽ വെച്ച് ആ ഒരു കാര്യം നിർത്തിപ്പോകാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത വ്യക്തികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം. അതുപോലെ തന്നെ ലൈഫിൽ എന്ത് സിറ്റുവേഷനെയും നിങ്ങൾ വളരെ പേടിയോട് കൂടിയിട്ടാണ് അതിനെ സമീപിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു ഭയമായിരിക്കാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും. അപ്പം വളരെ ഭയത്തോടു കൂടിയിട്ടായിരിക്കാം എന്ത് കാര്യത്തെയും സമീപിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾ എന്ത് കാര്യത്തിനെയും ഒരു ഭയപ്പാടോട് കൂടിയിട്ടാണ് അതിനെ സമീപിക്കുന്നതെന്ന്. അപ്പോൾ അവരുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം, നിങ്ങൾക്ക് എന്ത് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി, അതൊരു ഭയത്തോടു കൂടിയിട്ട് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യൂ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കാവാത്ത സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾക്ക് വർക്കാവാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ അധികം നിൽക്കുന്നവരല്ലെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സൺസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടുന്നവരാണെന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നേടുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെല്ലാവരെയും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. കാരണം പാവപ്പെട്ടവനെന്നോ പണക്കാരനോ ഒരു വ്യത്യാസവും ഇല്ലാതെ നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാരിറ്റിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള പേഴ്സൺസ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ഓർക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളെല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അതായത് നമ്മളുടെ ആ ഒരു പാരമ്പര്യവും പൈതൃകങ്ങളും എല്ലാം തന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടായാലും അതിനെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂട്ടിയിട്ടായിരിക്കാം അതിനെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ്. അതായത് നിങ്ങൾക്ക് ഒന്നിലധികം ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മാറ്റത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. എന്നും നിങ്ങൾക്ക് ഒരുപോലെ ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. ലൈഫിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൻ്റെ മുറിവുകളെല്ലാം ഹീൽ ചെയ്യുന്ന വ്യക്തികളാണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. കാരണം എന്ത് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്ത് പെയിൻഫുൾ സിറ്റുവേഷനെ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെയെല്ലാം ഹീൽ ചെയ്ത് ഒരു പുതിയൊരു വ്യക്തിയായി മാറും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതായത് അതിൽ തന്നെ തളർന്നിരിക്കാതെ നിങ്ങൾ അതിനെയെല്ലാം ഹീൽ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലും നിലകൊള്ളുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. അതായത് എന്ത് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പോരാടുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നോക്കുന്നത് നിങ്ങളോടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മജീഷ്യൻ എനർജിയിലാണ്. കാരണം അവരുടെ ഫീലിങ്സ് ആണ് നോക്കുന്നത്. കാരണം നിങ്ങളെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളെ അവർ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ് ജീവിതത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആഗ്രഹമെല്ലാം തന്നെ മാനിഫെസ്റ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ എങ്ങനെയും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോവരുത്, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. കാരണം ഓൾറെഡി നിങ്ങളുടെ ആ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ഒരു ഹീലറാണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. കാരണം അവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വരുന്ന സമയത്തും നിങ്ങൾ അവരെ ഹീൽ ചെയ്തെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതിനോടകം തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി സഹായിച്ചത് നിങ്ങളാണെന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സോൾ സെർച്ചിങ് എനർജിയിലാണ്. അതായത് ആ ഒരു വ്യക്തിയെ തന്നെ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാസ്റ്റ് ഇഷ്യൂസ് എല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം ആ ഒരു വ്യക്തി മിസ്സ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ഒരു ലോകമായിട്ടാണ് കാണുന്നത്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആകൂ എന്നുള്ള ഒരു തോട്ടാണ് ഈ ഒരു പേഴ്സൺ. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. ദി മജീഷ്യൻ ആൻഡ് സ്റ്റാർ കാർഡ് ആൻഡ് ദി വേൾഡ് കാർഡ് പറയുന്നത് സോൾമേറ്റ് കണക്ഷനെയാണ്. ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെയധികം വിഷമത്തിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു ഈ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പാസ്റ്റിനെ അവിടെ വിട്ടിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ്
യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് നടന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റിൻ്റെ ലെസൺസ് എല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാനായിട്ട്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ലെസൺസ് എല്ലാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളുടെ ലെസൺസ് എല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം അതൊരു ലെസൺസായിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ആ ഒരു ലൈഫിനൊരു സന്തോഷം കിട്ടൂ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു നഷ്ടത്തിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ ചുറ്റുമുള്ള ആ ഒരു സന്തോഷങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, യൂണിവേഴ്സ് ഒരു സന്തോഷം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു നഷ്ടത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യം ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫിൽ സന്തോഷം ഉണ്ടാകൂ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ചുറ്റിന് സന്തോഷമുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കേണ്ടവരല്ല നിങ്ങളെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടുക. അത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതമായിരിക്കാം. അപ്പോൾ എന്താണേലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, അത് പോസിബിൾ ആകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്ററെ സമീപിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ഗൈഡൻസ് തരാനായിട്ടൊരു മെൻറ്റർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോടായിരിക്കാം നിങ്ങളൊരു ഗൈഡൻസ് ചോദിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ഗൈഡൻസിനായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നാണ് കാണുന്നത്. ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഈ ഒരു സമയം നിങ്ങൾ ആ പാസ്റ്റിൻ്റെ വേദനകളെല്ലാം ഹീല് ചെയ്യുകയാണ് വേണ്ടത്. ഒരുപാട് മുറിവുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫിൽ. അപ്പോൾ അതിനെല്ലാം ഹീല് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ പുതിയ ചാപ്റ്ററിൽ വിശ്വസിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയം നല്ലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഞാൻ എത്രയും ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്ന് നോക്കിയായിരുന്നു. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസ് നമുക്ക് നോക്കാം. റെയിൻബോ, ഉണർന്ന നക്ഷത്രം 2 weeks, 3 weeks, കോഴിക്കോട് 2019, വയനാട് 31, അത്തം നക്ഷത്രം, തിരുവോണം നക്ഷത്രം, വൃശ്ചികം 1997, ജാനുവരി യെല്ലോ 1978, ബ്ലൂ കളർ മകരം 1979, 1987, 1975, നമ്പർ 44, ടുഡേ മൺഡേ, ചതയ നക്ഷത്രം, സെപ്റ്റംബർ, നേച്ചർ, ഡൽഹി 53, 1994, ജൂലൈ ലെറ്റർ എച്ച്, ഉത്രട്ടാതി നക്ഷത്രം, മുംബൈ 64, ഫെബ്രുവരി, പെയിൻറ്റിംഗ്, മേടം മന്ത് 1981, 45,
1986, 2 months, 46, letter N, ചിങ്ങം 23, 51, long distance relationship within 24 hours, number 5, 26, letter R, letter J. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങൾ ഈ ഒരു സമയം ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. കാരണം പാസ്റ്റിൻ്റെ വേദനകളെല്ലാം മറന്ന് നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക, നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ പുതിയ ചാപ്റ്ററിൽ വിശ്വസിക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്.